أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ആദരണീയരായ ഷറഹ് റാത്തീബ് ഗ്രൂപ്പിലെ പണ്ഡിതന്മാരെ, സഹപാഠികളെ, സുഹൃത്തുക്കളെ, 34ാമത്തെ ക്ലാസ്സിലേക്കാണ് ഇൻഷാ അല്ലാ ഇന്ന് ആരംഭിക്കാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ നൽകി നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമുകളൊക്കെ നാഫിയായ ഇൽമായി അല്ലാഹു നൽകുമാറാവട്ടെ. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഖദറുള്ള വിശ്വാസം. ആ വിശ്വാസത്തിൽ സുന്നി ജമാഅത്തിന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടർക്കളത്തിലേക്ക് അതിലുറച്ചു വിശ്വസിച്ചതായ സമൂഹത്തിന്റെ ഇടയിലേക്ക് ബിദ്അത്തിന്റെ ഒരു അമ്പ് എഴുതിവിട്ടപ്പോൾ അതിനെ തകർത്തുകൊണ്ട് ആ വിശ്വാസം ശരിയല്ല എന്നും അവർ വിട്ടതായിരിക്കുന്ന അസ്ത്രത്തെ അതിലേറെ ശക്തമായിരിക്കുന്ന അസ്ത്രം കൊണ്ട് സുന്നി പടയണികൾ, ഗജവീരന്മാരായ പണ്ഡിതന്മാരുടെ ചർച്ചകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ബാക്കി തുടരുകയാണ്. മഹാനായ ഗസ്സാലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ മുഇസു യാ മുദില്ലു എന്ന് പറഞ്ഞത് നല്ലൊരു വിശേഷണമാണെന്നും അതിന്റെ അർത്ഥം എന്താണെന്നും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ബാക്കി നമുക്ക് പറയാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ് കേൾക്കുക. വഅയ്യു ഫർഖിൻ ബൈന ഖൗലിഹി തആല വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈർ വബൈന ഖൗലി സാഹിബിർ റാത്തിബി അൽ ഖൈറു വശർറു ബിമശീഅത്തില്ലാ എന്ന അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈർ എന്നും നമ്മൾ റാത്തീബിലൂടെ പതിവായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്റാണ് അൽ ഖൈറു വശർറു ബിമശീഅത്തില്ലാ എന്നും. ഇത് രണ്ടും തമ്മിൽ എന്താണ് വൈരുദ്ധ്യമുള്ളത്? എവിടെയാണ് വ്യത്യാസമുള്ളത്? എവിടെയും ഇല്ല. രണ്ടും ഒന്ന് തന്നെയല്ലേ? എന്നാൽ ഒന്നും കൂടി പറഞ്ഞാൽ ബൽ അല്ലദീ ബിൽ ആയത്തി അഹസ്സു, ആയത്തിൽ പറഞ്ഞതാണ് ഏറ്റവും അൽ ഖൈറു വശർറു ബിമശീഅത്തില്ലാ എന്ന് പറഞ്ഞതിനേക്കാൾ പ്രത്യേകമായി നിൽക്കുന്നത് വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈർ എന്നതുകൊണ്ടാണ്. എന്താ കാരണം? നോക്കുക, ഇവിടെ നന്മ തിന്മ എന്നതുകൊണ്ട് നിങ്ങളെ നമ്മൾ പരീക്ഷിക്കുമെന്ന് ആയത്തിൽ അല്ലാഹു തആല പറയുന്നു. നന്മ തിന്മ അള്ളാഹുവിന്റെ മശീഅത്ത് കൊണ്ടുണ്ടാകുന്നതാണ് എന്ന് ദിക്റിലും പറയുന്നു. അപ്പൊ ആയത്തിൽ പറഞ്ഞതാണ് അഹസ്സി എന്ന് വരുമ്പോൾ എന്താ അതിന്റെ കാരണം? ലി അന്നഹു അളാഫ ഫീഹാ ദാലിക ഇലാ നഫ്സിഹി. ആയത്തിൽ അല്ലാഹു തആല എന്ത് ചെയ്തു? നേരെ ശർറും ഖൈറും അല്ലാഹു തആലാന്റെ നഫ്സിലേക്ക് അല്ലാഹു ചേർത്തി പറഞ്ഞു. അതേസമയത്ത് റാത്തിബിലോ വല്ലദീ ഫി റാത്തിബി മുലാഫുൻ ഇലാ മശീഅത്തിഹി തആല, അല്ലാഹു തആലാന്റെ നഫ്സിലേക്ക് ചേർത്തി പറയാതെ മശീഅത്തിലേക്ക് ചേർത്തിയിട്ട റാത്തീബിലുള്ളത്. ഫഹം, ഈ പറഞ്ഞ വ്യത്യാസം ശരിക്കൊന്ന് മനസ്സിലാക്കൂ. ആയത്തിന്റെയും ഈ ദിക്റിന്റെയും പശ്ചാത്തലങ്ങളും അതിന്റെ ആശയങ്ങളും ശരിക്ക് ആലോചിക്കൂ എന്നതാണ്. അപ്പൊ ഇതൊക്കെ പറയുന്നത് മുഅ്തസിലത്ത് പറയുന്ന ആ ബിദ്അത്തെ തൊടുത്തുവിട്ട ഖൈറെ മാത്രം അള്ളാഹുവിലേക്കുള്ളൂ, ഷർ അള്ളാഹുവിലേക്ക് ചേർക്കാൻ പാടില്ല. അതിനെ ഗണ്ണിച്ചുകൊണ്ട് അതേ നാണയത്തിൽ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നോക്കൂ, അവര് പറയുന്നത് ഷർ അള്ളാഹുവിലേക്ക് ചേർത്താൻ പാടില്ല എന്നല്ലേ? ഖൈറല്ലേ അള്ളാഹുവിലേക്ക് ചേർത്താൻ പറ്റൂ? ഇതല്ലേ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്? എങ്കിൽ ഷർ തന്നെ സ്വന്തം അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ട് അള്ളാഹു തആല പറഞ്ഞത് നമുക്ക് കാണാം, പരിശോധിക്കാം. വഇദാ അറാദല്ലാഹു തആല ബിഖൗമിൻ സൂഅൻ വലാ മറദ്ദ ലഹു, അല്ലാഹു തആല പറഞ്ഞു വഇദാ അറാദല്ലാഹ്, അല്ലാഹു തആല ഉദ്ദേശിക്കുകയാണ് എങ്കിൽ ബിഖൗമിൻ ഒരു ജനതയെ സൂഅൻ മോശമാക്കാനാ അല്ലാഹു തആല ഉദ്ദേശിച്ചതെങ്കിൽ ഫലാ മറദ്ദ ലഹു അതിനെ തടുക്കുവാനോ തട്ടാനോ ആരെക്കൊണ്ട് കഴിയുമില്ല, ഇല്ലേ, ഉണ്ടാവുകയും ഇല്ല. ഇവിടെ ബിഖൗമിൻ സൂഅൻ, ഇവിടെ സൂ എന്ന് പറയുന്നത് അല്ലാഹു തആലയുടെ ഇറാദത്തുമായി ബന്ധിച്ചതല്ലേ? ഇവിടെ എന്താ തെറ്റ്? മുഅ്തസിലത്ത് പറയുന്നത് പോലെ തെറ്റായിരുന്നുവെങ്കിൽ അല്ലാഹ് പറഞ്ഞത് തെറ്റായി. വഖാല തആല, അല്ലാഹു തആല വീണ്ടും പറയുന്നു, കേട്ടോളൂ, ആയത്ത് പിടിച്ചോളൂ. ഖുൽ ഇന്നല്ലാഹ യുദില്ലു മൻ യശാ, അല്ലാഹു ഉദ്ദേശിച്ചവരെ അല്ലാഹു തആല വഴി തെറ്റിക്കും, പിഴപ്പിക്കും. ഇവിടെ യുദില്ലു എന്നതിന്റെ ഫായിൽ അല്ലാഹയല്ലേ? അപ്പൊ ആ വലാലത്തിന് അല്ലാഹുവിലേക്കല്ലേ ചേർത്ത് അല്ലാഹ് പറഞ്ഞത്? അപ്പൊ അല്ലാഹു തആലയുടെ ഭാഗത്തുനിന്ന് ഇതുണ്ട് എന്നല്ലേ? അത് ഷർറാണല്ലോ. ഇനിയും കേട്ടോളൂ, ആയത്ത് തീർന്നില്ല. നിങ്ങൾക്ക് ആയത്ത് കൊണ്ട് തന്നെ മറുപടി പറയാൻ ഞങ്ങൾ തയ്യാറാണ്.
വഖാല തആല അല്ലാഹു തആല പറഞ്ഞു വയുദില്ലുല്ലാഹു ളാലിമീന അക്രമകാരികളായ തമ്മാടികളായ ആളുകളെ അല്ലാഹു തആല വഴിപേപ്പിക്കും. അപ്പൊ വഴിപേപ്പിക്കുന്നത് അല്ലാഹ്. ഇത് നല്ലതല്ലല്ലോ. വഖാല തആല ഒന്നുകൂടി പറയട്ടെ വമൻ യുളിലില്ലാഹു മാലഹു മിൻ ഹാദ് എന്ന്. അല്ലാഹു ഒരാളെ വഴി തെറ്റിച്ചാൽ അവരെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ ആരുമില്ല. ഒരു ഹാദി അവനില്ല. കാരണം ഹാദി നൽകുന്നത് അള്ളയാണ്, വഴി തെറ്റിക്കുന്നത് അള്ളയല്ലേ. നേരിട്ട് കൊണ്ട് തന്നെ അല്ലാഹു തആല പറയുന്നു. ഒന്നും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഖാല തആല അല്ലാഹു പറയുന്നു വമൻ യുളിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ. അല്ലാഹു ഒരാളെ വഴി തെറ്റിച്ചാൽ അവന് ഒരു സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഒരു രക്ഷാധികാരെ നബിയെ തങ്ങൾ എത്തിക്കൂല. ഇലാ ഗൈരി ദാലിക മിനൽ ആയാതി ഫി ഹാദൽ മഅന. ഇതേ അർത്ഥത്തിൽ ഒരുപാട് ആയത്തുകൾ വിശുദ്ധമായ ഖുർആനിലുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് തെറ്റ് ചേർത്താൽ അള്ളാഹുവിന്റെ ഇറാദത്ത് ഖബീഹത്താണെന്നുള്ള വാദവുമായി നിങ്ങൾ ഇങ്ങോട്ട് വിട്ടത് ശരിയല്ല. ഇതൊക്കെ അള്ളാന്റെ ആയത്തല്ലേ, ഇതിലൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കിയും. ശരിക്ക് അള്ളാഹു തആല ചേർത്തി തന്നത് എന്താവോ അയ്യു ശർറിൻ അശറു മിനൽ ളലാലിൽ ഖായിദി സ്വാഹിബഹു ഇലാ തവറുതി ഫീ ദാരിൻ നികാലി വൽ വബാലി എന്നാ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഏറ്റവും വലിയതായ ഷർറ് ഏതാ? ലലാലിന്റെയാണ്. ലലാലിനേക്കായും വലിയ ഷർറ് ഇല്ല. അത് കഴിച്ചിട്ടേ ബാക്കിയൊക്കെ ഉള്ളൂ. ഒരു മനുഷ്യന്റെ സന്മാർഗം തെറ്റിപ്പോവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയതായ ഷർറ്, നാശം. ആ ലലാല് എങ്ങനെയാ? അത് ഉള്ള ആളെ ശിക്ഷയുടെയും അതുപോലെ ആഫത്തിന്റെയും വീടാകുന്ന വീട്ടിലിട്ടിട്ട് രക്ഷപ്പെടാൻ കഴിയാത്ത അതേ സ്ഥലത്തേക്ക് നയിക്കുന്നതാണ് ഈ ലലാൽ എന്ന് പറയുന്നത്, പിഴവ്. അത്രയും വലിയതായ ഒരു ഷെറ് വേറുണ്ടോ എന്നാലോചിച്ചു. ഈ ഷെറ് അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ടല്ലേ ഇത്രയും ആയത്തിൽ പറഞ്ഞത്. പിന്നെ എങ്ങനെ അള്ളാഹുവിലേക്ക് ഷെറ് ചേർക്കുമ്പോഴും തൗഹീദിന് എതിരാവുക? ഇല്ല. അപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ പടയണികൾ പറയുന്നത് ബിദ്അത്തുകാർ കേട്ടുകൊള്ളുന്നു, അവർക്കതിന് മറുപടിയില്ല. തീർന്നിട്ടില്ല, ഇനിയും എത്രയോ അവർക്ക് കൊടുക്കാനുണ്ട്. ഏതെല്ലാം വിധേനയാണോ ബിദ്അത്ത് വരിക അത് മുഴുവൻ അടച്ചുകൊണ്ടാണ് പോകുന്നത്. നോക്കൂ, ഒരു ദിക്റ് വഖദ് സമ്മ നഫ്സഹു അസ്സ വജല്ല. അല്ലാഹു തആല സ്വന്തം ശരീരത്തിന് അല്ലേ വിളിച്ചത് അല്ലാഹ് അന്നാഫിഅ. യാ ലാറു യാ നാഫിഉ എന്ന് അസ്മാഉൽ ഹുസ്നയിൽ ഉണ്ടല്ലോ. ആ ലാറ് നാഫിഉ എന്ന് പേര് വെച്ചത് ആരുമല്ല, അല്ലാഹ് തന്നെയാണ്. അപ്പോ ലാറ് ഷർറല്ലേ? ആ ലാറ് ഷർറായിരിക്കെ ആ ഷർറ് ഉദ്ദേശിക്കുന്നതും ആ ഷർറിനെ സൃഷ്ടിക്കുന്നതൊക്കെ മോശമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അല്ലാഹു തആല ലാറ് നാഫി എന്നൊക്കെ പറഞ്ഞു? എങ്കിൽ ആ ലാറു നാഫി എന്നൊരു ദിക്ർ നമ്മൾ ചെല്ലുന്നവരാണ്. നമ്മൾ ഇത് നല്ലോണം മനസ്സിലാക്കണം. നമ്മളാണ് ഇത് പഠിക്കേണ്ടത്. ഇങ്ങനെയൊക്കെ വരും. ഇങ്ങനെ വരുമ്പോൾ അതിനെ നേരിടേണ്ടത് ഇങ്ങനെയാണ് എന്നും അത് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണെന്നും മനസ്സിലാക്കി കൊടുക്കേണ്ടത് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ കടമയും. അതോടൊപ്പം സുന്നികളായി യഥാർത്ഥ വഴിയിലൂടെ ചിന്തിക്കുന്നവർ ഇത് മനസ്സിലാക്കിയെടുക്കേണ്ടതും ആണ്. ഇതുവഴിയിലൂടെ അവരെ എതിർത്തുകൊണ്ട് ഇത്തരം തെളിവുകൾ നിരത്തി നമ്മോട് പറയുന്നത്. അപ്പൊ അല്ലാഹു അന്നാഫിയു എന്ന ദിക്ർ ചെല്ലുമ്പോൾ അതിന്റെ അർത്ഥം എന്ത്? അത് നല്ല ബുദ്ധിയുള്ള നല്ല പണ്ഡിത പടുക്കളായ ആളുകൾ തന്നെ പറയണ്ടേ? പറയട്ടെ. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, കിലാ ഹാദിരിൽ ഇസ്മൈനിൽ കരീമൈനി, അല്ലാഹു അന്നാഫി എന്ന് പറയുന്ന ബഹുമാനമാക്കപ്പെട്ട ഈ രണ്ട് പേര് ഹുവല്ലദീ യസ്ദുറു മിൻഹുൽ ഖൈറു വശ്ശർറു വന്നഫഉ വല്ലറു എന്നാണ്. അള്ളാഹുവിൽ നിന്ന് എന്തുണ്ടാകുന്നു? നന്മയുണ്ടാകുന്നു, തിന്മയുണ്ടാകുന്നു, നല്ലതുണ്ടാകുന്നു, ചീത്തയുണ്ടാകുന്നു, ഉപകാരവും ഉപദ്രവവും അള്ളാഹുവിൽ നിന്നുണ്ടാകുന്നു. അപ്പൊ അല്ലാഹ് എന്നതിന്റെ അർത്ഥം എന്തായി? തിന്മ, ബുദ്ധിമുട്ടി എന്നായി. അന്നാഫിന്റെ അർത്ഥം നന്മ, ഉപകാരം എന്നായി. ഇതൊക്കെ അള്ളാഹുവിൽ നിന്നുണ്ടാകുന്നു. ഇങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഇതാണ് നമ്മുടെ പ്രമാണങ്ങൾ. ഇതൊന്നും തൗഹീദിന് എതിരല്ല. അവ രണ്ടും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നും ദാറായ അള്ളാഹു എന്ന് പറഞ്ഞാൽ തെറ്റില്ല എന്നും നമുക്ക് മനസ്സിലായല്ലോ. ഓ കുല്ലു ദാലിക മൻസൂബുൻ ഇലല്ലാഹി തആല. എങ്കിൽ ഈ ലാറും നാഫിയൊക്കെ നഫ്ഉ, ലർറ്, ഖൈറ്, ശർറ് ഇതെല്ലാം അള്ളാഹുവിലേക്ക് ചേർക്കപ്പെട്ട് തന്നെയാണ്. അള്ളാഹുവിലേക്ക് ചേർക്കപ്പെടുമ്പോൾ രണ്ട് വിധേനയാണ്. അത് നമ്മൾ നല്ലോണം മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെയാണത്? ഇമ്മാബി വാസിത്വത്തിൽ മലായികത്തി, ഒന്നിരിക്കൽ മലക്കുകൾ മുഖാന്തരമാണ് ഇതുണ്ടാവുക.
അവിൽ ഇൻസി അല്ലെങ്കിൽ മനുഷ്യർ മുഖാന്തരമാണ്. അവിൽ ജമാദാത്തി അല്ലെങ്കിൽ നിർജീവികളായ വസ്തുക്കൾ മുഖേനയാണ്. ഔബി വൈരി വാസിത്വത്തിൽ അല്ലെങ്കിൽ വാസിത്ത മാധ്യമം ഒന്നുമില്ലാതെയും അവ രണ്ട് വിധേനയാണ് അള്ളാഹുവിലേക്ക് ഇതൊക്കെ ചേർക്കപ്പെടുന്നത് എന്നർത്ഥം. ശരി തന്നെയല്ലേ? മലായിക്കത്തുകൾ മുഖേന നമുക്ക് എന്തെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നില്ലേ? അത് അള്ളാഹു തആല തീരുമാനിച്ചു വെച്ചതല്ലേ? അള്ളാഹു തആലക്ക് നേരിട്ട് തന്നൂടെ? 4-ാം മാസത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് അള്ളാഹുവിന്റെ ആത്മാവിൽപ്പെട്ട ആത്മാവ് കൂരിത്തീർന്നില്ലേ? അത് ആ മലക്ക് മുഖാന്തരമല്ലേ? ഇടി, മിന്നെ, മഴ, കാറ്റ്, ഭക്ഷണം പോലെ ഒത്തേൽപ്പിക്കപ്പെട്ട മലക്കുകളില്ലേ? നമ്മുടെ നന്മ തിന്മകൾ എഴുതുന്ന ഒരു മലക്കുകളല്ലേ? നമ്മുടെ അമലുകൾ കൊണ്ടുപോകുന്ന മലക്കുകളല്ലേ? ഇത് മലക്ക് മുഖാന്തരമാണ് ഇവിടെ നന്മയും തിന്മയൊക്കെ ഉണ്ടാകും. അതുപോലെ മനുഷ്യന്മാർ മുഖാന്തരവും അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ട് പറയാം. ഇതൊക്കെ ചെയ്യുന്നത് അള്ളാഹു തആലയാണ്. പക്ഷേ അതിന് മനുഷ്യന്മാരുടെ പങ്കുണ്ട്. അള്ളാഹു തആല മനുഷ്യർ കാരണമായിട്ട് ഇങ്ങനെ വെച്ചു. അപ്പൊ നമുക്ക് വീട് വേണം, സഹായിക്കണം, ദാനധർമ്മങ്ങൾ ചെയ്തു. ഇതൊക്കെ അള്ളാഹു തആല കൽപ്പിച്ചതാണ്. അതിന് സമ്പത്ത് വേണം, സമ്പത്ത് അള്ളാഹു തആല കൊടുക്കുന്നതാണ് അതിന്റെ അവകാശികളുടെ കയ്യിൽ. അങ്ങനെ കൊടുക്കുമ്പോൾ അതിന് സക്കാത്ത് അള്ളാഹു തആല വെച്ചു, മറ്റു ധർമ്മങ്ങൾ അള്ളാഹു തആല വെച്ചു, സഹായങ്ങൾ അള്ളാഹു തആല വെച്ചു. ഈ ബന്ധങ്ങളും ഉപകാരങ്ങളൊക്കെ മനുഷ്യൻ മുഖാന്തരം അള്ളാഹു തആല തീരുമാനിച്ചു. അതുപോലെ ജമാദാത്തുകളുണ്ടല്ലോ, നിർജീവികളായത്. വീട് കയറ്റാൻ കല്ല് വേണ്ടേ, മണ്ണ് വേണ്ടേ, മരം വേണ്ടേ? ഇങ്ങനെയുള്ളതായിരിക്കുന്ന എല്ലാ ഉപകാരങ്ങളും ഇത് മുഖേനയായി അള്ളാഹു തആല വെച്ചു. ഒക്കെ അള്ളാഹു തന്നെയാണ്, പക്ഷേ കാരണങ്ങൾ ഉണ്ട് എന്ന് മാത്രം. അപ്പോ ഇവിടെ നിന്ന് മനസ്സിലാക്കിയെടുക്കാറുണ്ട്. നമ്മുടെ സാധാരണക്കാരായ ആളുകൾ ശരിക്കും മനസ്സിലാക്കുക. ഫലാത്തമുന്ന, അപ്പോൾ നീ വിചാരിക്കരുത്, അന്നസുമ്മ, നിശ്ചയമായിട്ടും വിഷം, യഖ്തുലു, എന്താകും, അത് കൊല്ലും, വയദുറു, അത് ബുദ്ധിമുട്ടാക്കും, ബിനഫ്സി, തനിയെ എന്ന് വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ വിശ്വസിക്കുന്നവരല്ല സുന്നികളും മുസ്ലിങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കുക. സും പറഞ്ഞ വിഷമാണ്, അത് കുടിച്ചാൽ മരിക്കുന്ന ഉറപ്പാണ്. അവ വിഷം കഴിച്ച് മരിച്ചു എന്ന് പറഞ്ഞാൽ വിഷം കൊന്നു എന്നാണോ അതിന്റെ അർത്ഥം? അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നില്ല. വിഷമാണ് അവനെ ബുദ്ധിമുട്ടാക്കിയെന്ന് അർത്ഥമുണ്ടോ? ഇല്ല, അങ്ങനെ വിചാരിക്കാൻ പാടില്ല. പിന്നെന്താ? അതിനൊക്കെ കാരണമായി എന്നേ പറയാനുള്ളൂ. അതുപോലെ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നു, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നു. നിശ്ചയമായിട്ടും ഭക്ഷണം, യുസ്മിഉ, അത് വയറ് നിറക്കും, വയൻഫഉ, അത് ഉപകാരം ചെയ്യും, ബിനഫ്സി, തനിയെ. വിശക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, വിശപ്പ് മാറുന്നുണ്ട്. അപ്പൊ ഭക്ഷണമാണ് എന്റെ വിശപ്പ് മാറ്റിയത് വിശ്വസിക്കാൻ പറ്റുമോ? പറ്റില്ല. അതാണ് എനിക്ക് ഉപകാരം ചെയ്തതെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? പറ്റില്ല. അത് കാരണമായി അള്ളാഹു എന്റെ വിശപ്പ് മാറ്റി. വെള്ളം കാരണമായി എന്റെ ദാഹം അള്ളാഹു തആല മാറ്റി. വിഷം കാരണമായി എന്റെ റൂഹ് മരിക്കാനുള്ള തീരുമാനം അള്ളാഹു തആല തീരുമാനിച്ചു, ഞാൻ മരിച്ചു. ഇങ്ങനെയാണ് യഥാർത്ഥ വിശ്വാസി മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇവകൾക്കൊന്നും തനിയൊരു കഴിവില്ല. അപ്പോ ഇതിന്റെയൊക്കെ അർത്ഥം, അതിന്റെയൊക്കെ ഉടമാധികാരം രാജാതിരാജനായ പടച്ച റബ്ബിന്റെ കയ്യിലാണ്. ഇവിടെ തിന്മ അള്ളാഹുവിൽ നിന്നുള്ളതല്ല, നന്മ മാത്രമേ ഉണ്ടാകൂ. തിന്മ ഉദ്ദേശിക്കലും മശീയത്തും ഇറാദത്തും ഒക്കെ തെറ്റാണ്, ഖബീഹാണെന്നുള്ള വാദം അപ്രസക്തമായതും അപ്രബലമായതും നിരർത്ഥവുമാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. ഇനി നോക്കൂ, അന്നൽ മലക്ക വൽ ഇൻസാന വശൈത്താന വഗൈറഹും മിനൽ ഹയവാനാത്തി, മലക്ക്, മനുഷ്യൻ, പിശാചുക്കൾ, ഇവരല്ലാത്ത മറ്റു ജീവികൾ, ഔ ശൈഅൻ മിൻ ജമീൽ മഖ്ലൂഖാത്തി, ഇനി മറ്റു സൃഷ്ടിജാലങ്ങളുടെ വസ്തുക്കൾ, അതെന്ത്, മിൻ ഫലക്കിൻ, ഗോളം, കൗകബിൻ, നക്ഷത്രം, വഗൈരിഹിമ, ഇതല്ലാത്ത മറ്റു എല്ലാ വസ്തുക്കളും, യഖ്ദുറു അലാ ഖൈരിൻ ഔ ശർറിൻ, നന്മ തിന്മ, ഔ നഫ്ഇൻ ഔ ദുർറിൻ, പ്രയാസപ്പെടുത്തുക ഉപകാരം ചെയ്യുക, ബിനഫ്സി, തനിയെ കഴിവുണ്ട് എന്ന് ആരും വിശ്വസിക്കണ്ട, വിചാരിക്കണ്ട, വിശ്വസിക്കുകയും വേണ്ട എന്നാ പറയാനുള്ളത്. പിന്നെ എന്തിനാ അള്ളാഹു തആല ഇതൊക്കെ സൃഷ്ടിച്ചു വെച്ചെന്ന് ചോദിച്ചാൽ, എല്ലാം അല്ലാഹു ചെയ്യല്ലേ, എല്ലാത്തിനും അള്ളാഹു കഴിവുണ്ട് താനും. പിന്നെ എന്തിനാ ഇതൊക്കെ അള്ളാഹു തആല വെച്ചത്? ബൽ കുല്ലു ദാലിക അസ്ബാബും മുസഖറത്തുൻ ലാ യസ്തുറു മിൻഹാ ഇല്ലാ മാ സുഖിറത് ലഹു വഖുലിഖ ഫീഹാ, അതിനാണ് വെച്ചത്. പിന്നെ ഈ പറയുന്ന മലക്കുകൾ, മനുഷ്യർ, പിശാചുക്കൾ, മറ്റു ജീവജാലങ്ങള്, നിർജീവികള്, അതുപോലെ ഗോളങ്ങള്, നക്ഷത്രങ്ങള്, സൂര്യചന്ദ്രൻ, രാവ് പകലുകൾ, ഇതെല്ലാം എന്തിനു അള്ളാഹു തആല സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ അസ്ബാബുൻ, അതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടിച്ചു വെച്ച കാരണങ്ങളാണ്. മുസഖറത്തുൻ, കീഴ്പ്പെടുത്തപ്പെടുന്ന കാരണങ്ങളാണ്.
ലാ യസ്തുറു മിന്ന ഈ കാരണങ്ങളിൽ നിന്ന് ഉണ്ടാകൂല ഇല്ലാമാ സുഖിറത്തിലഹു ഏതൊന്നിനു വേണ്ടിയാണോ അള്ളാഹു അവയെ കീഴ്പ്പെടുത്തിയിട്ടുള്ളത് അത് മാത്രമേ അതിൽ നിന്നുണ്ടാവുകയുള്ളൂ. എന്താണോ അവയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതേ അതിലുണ്ടാവുകയുള്ളൂ. അപ്പൊ സാധാരണ നമ്മൾ പറയുന്ന മുസബ്ബിബുൽ അസ്ബാബ് കാര്യകാരണ ബന്ധത്തിലൂടെയാണ് അള്ളാഹു തആല ഈ പ്രപഞ്ചത്തിലൂടെ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാളെ മഹ്ശറിലും അങ്ങനെയാണ് അള്ളാഹു തആല ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ എല്ലാം അടിസ്ഥാനവും സൃഷ്ടിപ്പും ഇറാദത്തും മഷിയത്തും ഒക്കെ അള്ളാന്റെ കയ്യിലാണ്. ഇതാണ് നമ്മൾ വിശ്വസിക്കുന്നത്, ഇല്ലേ? നിങ്ങൾക്കൊരു സംഭവം നോക്കാം. ഒരിക്കൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബഹിസ്കരിക്കാൻ പള്ളിയിൽ വന്നു. ഹുദൈബിയ സന്ധിയിലാണ് സംഭവം വിവരിച്ചു തരുന്നത് സയ്യിദ് ബിൻ ഖാലിദ് റളിയല്ലാഹു അൻഹു അവറുകളാണ്. മഹാനവറുകൾ പറയുകയാണ്, സ്വല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ നബി തങ്ങൾ ഞങ്ങളെ കൊണ്ട് നിസ്കരിച്ചു. എന്താ നിസ്കരിച്ച നിസ്കാരം? സ്വലാത്ത സുബഹി നിസ്കരിച്ചു. ബിൽ ഹുദൈബിയ, ഹുദൈബിയിലാണ് നിസ്കരിച്ചത്. ഫി ഇസ്രി സമായി, മഴ പെയ്തു. ആ മഴ പെയ്തതിനു ശേഷമാണ് നിസ്കരിച്ചത്. കാലത്ത് മിനല്ലൈലി, അന്ന് രാത്രിയിൽ ആ മഴ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് സുബഹിസ്കരിക്കുക. ഫലമ്പൻ സറഫ അക്ബല അന്നാസി, അങ്ങനെ സുബഹിസ്കാരം കഴിഞ്ഞിട്ട് സ്വഹാബാക്കളെ നിസ്കരിക്കുന്ന മാമൂമികള് അവർക്ക് നേരെ തിരിഞ്ഞു നബി തിരിഞ്ഞുകൊണ്ട് വഖാല, നബി തങ്ങൾ പറയുന്ന വലിയൊരു സംഭവം നബി തങ്ങൾക്ക് വഹി വന്നിട്ടുണ്ട്. എന്താണ്? ഹൽ തദ്റൂന മാദാ ഖാല റബ്ബുക്കും, ഇന്ന് നിങ്ങൾ റബ്ബ് എന്താണ് പറയുന്നത് നിങ്ങൾക്കറിയുമോ എന്നൊരു ചോദ്യത്തോടുകൂടി കാര്യഗൗരവം മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഖാലൂ അല്ലാഹു റസൂലുഹു അഅലം, അള്ളാഹും റസൂലിനും അറിയാൻ നബിയെ എന്ന് അവർ മറുപടി നൽകി. ഖാല, സയ്യിദ് ബിൻ ഖാലിദ് റളിയല്ലാഹു അൻഹു പറയാ, ഖാല നബി തങ്ങൾ പറയുന്നു, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും ബി, അല്ലാഹു തആല പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, എന്റെ അടിയങ്ങളിൽ നിന്ന് ഒരു കൂട്ടര് വിശ്വസിക്കുന്നു, കാഫിറും കാഫിറായവരും വിശ്വസിക്കുന്നവരും ഉണ്ട്. എന്നിട്ട് വിശദീകരിക്കുകയാണ്, അമ്മാമൻ ഖാല മുതിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും നമ്മൾക്ക് മഴ ലഭിച്ചു എന്ന് പറയുകയാണ് എങ്കിൽ വദാലിക മുഅ്മിനും ബി, അവൻ എന്നെ കൊണ്ട് വിശ്വസിച്ചു. കാഫിറും ബിൽ കൗകബി, നക്ഷത്രത്തെ കൊണ്ട് അവൻ അവിശ്വസിച്ചു. അമ്മാമൻ ഖാല, വല്ലവരുത്തരും പറഞ്ഞാൽ മുതിർന ബിനൗഇ കദാ വകദാ, ഇന്നാലിന്ന നാറ്റല, ഇന്നാലിന്ന നക്ഷത്രം, അത് കാരണമാണ് മഴ കിട്ടി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? വദാലിക കാഫിറും ബി മുഅ്മിനും ബിൽ കൗകബി എന്ന, അവൻ നക്ഷത്രത്തിനെ കൊണ്ട് വിശ്വസിക്കുകയും എന്നെ കൊണ്ട് അവിശ്വസിക്കുകയും ചെയ്തവനാണവൻ. ഈ സംഭവം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ ഇതിന് മനസ്സിലാക്കാനുള്ളത്, നക്ഷത്രത്തിന് കഴിവില്ല, നക്ഷത്രമാണ് മഴ പെയ്യിപ്പിക്കുന്നത് വിശ്വസിക്കാൻ പാടില്ല. പക്ഷേ ആ നക്ഷത്രം കാരണം മഴ വർഷിക്കാം, അതൊരു കാരണം അല്ലാഹു തആല വെച്ചു, അങ്ങനെ നമുക്ക് പറയാം. അങ്ങനെ ഓരോന്നിനോരോ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ഇഷ്ടം പോലെ ദുനിയാവിലൂടെ പരതിയാൽ നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ കച്ചവടം ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ കൃഷി ചെയ്യുന്നുണ്ടല്ലോ. എന്തിനാ ഇതൊക്കെ? നമ്മുടെ കുടുംബത്തെ പോറ്റാന്, നമ്മുടെ മറ്റു പല ആവശ്യം നേടിയെടുക്കാൻ. അതിലൂടെ പണം വേണം, പണമുണ്ടാക്കാനുള്ള മാർഗം. ഇങ്ങനെ ബിസിനസ് നടക്കണം, ബിസിനസ്സിന് ധാന്യങ്ങൾ വേണം, വിത്തുകൾ വേണം, മറ്റു പല സംഭവങ്ങൾ വേണം. ഇതൊക്കെ ആര് തരണം? അല്ലാഹു തആല തരണം. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഇവിടെ ഈ പ്രപഞ്ചത്തിലൂടെ ഒക്കെ നടക്കുന്നത് കാര്യകാരണ ബന്ധത്തിലൂടെ നടക്കൂ. അതൊക്കെ സൃഷ്ടിക്കുന്നവൻ അള്ളയാണ്. ഇതാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ നല്ലതും ചീത്തയൊക്കെ അതിലുണ്ട്. അതുകൊണ്ട് ഇവിടെ തൗഹീദിനൊരു എതിരുമില്ല എന്നതാണ് ഇവിടെ സമർത്ഥിച്ചു കൊടുക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ വജുംലത്തു ദാലിക ബിൽ ഇളാബത്തി ഇലൽ ഖുദ്റത്തി വൽ ഇറാദത്തിൽ അസലിയത്തൈനി, ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും അസലിയായ അള്ളാഹുവിന്റെ ഖുദ്റത്ത്, ഇറാദത്ത്, കഴിവ്, ഉദ്ദേശം, ഇത് രണ്ടിനോടും ചേർത്തിക്കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. തനിയെ ഒന്നും ഇവിടെ നടക്കുന്നില്ല. ഇതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. എല്ലാം അള്ളാഹുവിലേക്ക് ചേർത്തിട്ടേ പറയാവൂ. ഉദാഹരണമായി പഠിക്കാൻ കൽ ഖലമി ബിൽ ഇളാബത്തിൽ കാത്തിബി ഇത്തിഖാദിൽ ആമി, പൊതുവെ ഒരു വിശ്വാസം നമുക്കുണ്ടല്ലോ. എന്താണ് പറയാ? എഴുതുന്നവനെ കൊള്ള പേനയെ ചേർത്തു എന്ന് നമ്മൾ പറയില്ലേ? എഴുതുന്നവന്റെ പേന. അപ്പൊ എഴുതാൻ പേന വേണം, പേപ്പർ വേണം, അക്ഷരങ്ങൾ വേണം, എഴുതുന്ന ഒരാള് വേണം. അതിന് പേന ആയുധമാണ്. ഈ പേന കൊണ്ട് അയാൾ എഴുതി. അപ്പൊ അയാളുടെ പേന എന്ന് പറഞ്ഞാൽ അയാളുടെ ഉടമയല്ല പേന എന്നതല്ലേ?
എന്നതുപോലെ എല്ലാത്തിന്റെയും ഉടമാധികാരം അള്ളാഹുവാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹുവാണ് ഈ വിശദീകരിക്കുന്നത്. സുമ്മ അത്ത പിന്നെ ബഹുമാനപ്പെട്ടവർ പറയാണ് റഹ്മഹുല്ലാഹി ബിദുആഇ അലിയിൻ കറമല്ലാഹു വജ്ഹഹു അൽ മുതഖദ്ദിമി. മുമ്പ് നമ്മൾ അലിയാർ തങ്ങളുടെ പ്രാർത്ഥന കൊണ്ടുവന്നിട്ടുണ്ട്. ആ പ്രാർത്ഥന ഇത് പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ടവർ കൊണ്ടുവന്ന് അങ്ങനെ ആ വിഷയം അവിടെ അവസാനിപ്പിച്ചു. സുമ്മ ഖാൽ പിന്നെ ബഹുമാനപ്പെട്ട ഗസാലി ഇമാം അവർ പറയുന്നു വഖദ് വറദ അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ദുആഇ ഖുനൂതി സുബ്ഹി. സുബ്ഹി നമസ്കരിക്കുമ്പോൾ രണ്ടാമത്തെ റക്അത്ത് കഴിഞ്ഞാൽ ഇഅ്തിദാലിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഇഅ്തിദാലിലെ ദിക്ർ കഴിഞ്ഞാൽ നമ്മൾ ഖുനൂത്ത് ഓതാറുണ്ടല്ലോ സുന്നികള്. ആ സുന്നികളാകുന്ന നമ്മൾ ഓതുന്ന ഖുനൂത്തിൽ റസൂലുള്ളാഹിയെ തൊട്ട് വന്ന ഒരു ദുആ ഉണ്ടല്ലോ. ആ ദുആയിൽ ഓതുന്നതാണല്ലോ വഖിനി ശർറ മാ ഖളൈത് വഖിനി ശർറ മാ ഖളൈത് എന്ന് കാണാലോ. പടച്ചവനെ നീ എനിക്ക് കാക്കണേ നീ വിധിച്ച ഒന്നിന്റെ നാശം. അവിടെ അല്ലാഹു തആല വിധിച്ചത്, അപ്പൊ അല്ലാഹു തആല സൃഷ്ടിച്ചതാണ് നാശം. ആ നാശത്തെ നീ ഞങ്ങൾക്ക് കാക്കണേ എന്ന് സുബഹി നമസ്കാരത്തിലാണ് ചോദിക്കുന്നത്. സുബഹി നമസ്കാരത്തിൽ ചോദിക്കുമ്പോൾ നിസ്കാരം അല്ലാഹു തആല വെച്ചതാണ്. അല്ലാഹു തആല പുണ്യമാക്കി വെച്ച ഇബാദത്തിൽ ഇങ്ങനൊരു പ്രാർത്ഥന കൊണ്ടുവരൽ തെറ്റായിരുന്നുവെങ്കിൽ, തൗഹീദിന് എതിരായിരുന്നുവെങ്കിൽ ആ പ്രാർത്ഥനയോടെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? അപ്പൊ അത് തെറ്റല്ല, ശരിയാണെന്നല്ലേ മനസ്സിലാക്കാനുള്ളത്. ഇങ്ങനൊരു പ്രാർത്ഥന നബിയെ തൊട്ട് വന്നിട്ടുണ്ടല്ലോ. ഖാലൽ ഉലമാഉ എന്നിട്ട് പണ്ഡിതന്മാര് പറയുന്നു ലൗ തറക്കൽ മുസല്ലി കലിമത്തൻ മിൻ ഹാദൽ ഖുനൂത്തിൽ വാരിദി ഫി സുബ്ഹി. സുബ്ഹി നമസ്കാരത്തിൽ ഓതിക്കൊണ്ടിരിക്കുന്ന വാരിദായ ഖുനൂത്ത്, ആ ഖുനൂത്തിൽ നിന്ന് മറന്നുപോയി വെക്കണ്ട. അതിനൊരു വചനമെങ്ങാനും മുസ്ലിം നിസ്കരിക്കുന്ന ഒരാള് ഉപേക്ഷിച്ചാൽ എന്താ അതിന് പരിഹാരം? അബ്ആദ് സുന്നത്തിൽ പെട്ടതല്ലേ ഖുനൂത്ത്. അബ്ആദ് സുന്നത്ത് മറന്നു പോയാൽ സലാം വീട്ടുന്നതിന്റെ അല്പം മുമ്പായി അത്തയ്യാത്ത് കഴിഞ്ഞാൽ 2 സഹ്വിന്റെ സുജൂദ് ചെയ്യണ്ടേ? അത്രയും പരിഗണിക്കേണ്ട ഒന്നാണ് അബ്ആദ് സുന്നത്ത്. ഈ അബ്ആദ് സുന്നത്തിൽ നിന്ന് ഒരു കലിമത്തെങ്ങാനും ഒഴിവാക്കിയാൽ നുദിബ ലഹു അൻ യസ്ജുദ ലിസ്സഹ്വി, മറന്നതിന് വേണ്ടി അവൻ സുജൂദ് ചെയ്യൽ അവന് സുന്നത്താക്കപ്പെട്ടിരിക്കുന്നു എന്ന് പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ടല്ലോ. അത്രയും വലിയ പ്രധാനമുള്ള ഒന്നല്ലേ. അപ്പൊ അവിടെ വഖിനി ശർറ മാ ഖളൈത് മറന്നാൽ അവിടെ സഹ്വിന്റെ സുജൂദ് ചെയ്യണ്ടേ എന്നാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ പോലും പരിഹരിക്കേണ്ടതായിരിക്കുന്ന ഒരു ഇബാദത്തല്ലേ ഇത്. അതിൽ പോലും വഖിനി ശർറ മാ ഖളൈത് കൊണ്ടുവന്നത് തൗഹീദിന് എതിരാണോ? അല്ലല്ലോ. സഹ്വിന്റെ സുജൂദ് ഉപേക്ഷിച്ചാൽ പരിഹരിക്കേണ്ടതായ ഒന്നാണ് സഹ്വിന്റെ സുജൂദ്. ആ പരിഹരിച്ചതിന് ഒഴിവാക്കിയതിന് സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. അങ്ങനത്തെ ഒരു വചനത്തെ നീ ഗൗരവമായി കണക്കാക്കി നോക്ക. അതിലാണല്ലോ ഈ പറഞ്ഞത് ഓ മിനൽ മഅലൂമി, അറിയപ്പെട്ടതാണല്ലോ അന്ന സുജൂദ സഹ്വി, മറന്നതിന് വേണ്ടി ചെയ്യുന്ന സുജൂദ് ഇന്നമാ ശുരിഅ ലി ജബരിൽ ഖലലി ഫിൽ ഖാലിബി. നിസ്കാരത്തിൽ അധികമായി സാധാരണഗതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന പിഴവുകൾ, അതിന്റെ ന്യൂനതകൾ പരിഹരിക്കുവാൻ വേണ്ടി ശർഅ് നിശ്ചയിക്കപ്പെട്ടതാണ് സഹ്വിന്റെ സുജൂദ്. അല്ലെങ്കിൽ ഔ ഇർആബി ശൈത്താനി ഇൻദ സിയാദത്തി, പതിവായി ചെയ്യുന്ന ഇബാദത്തുകൾക്ക് ലിമിറ്റും കണക്കുമുണ്ട്. അതിൽ അധികമായി ചെയ്യുന്ന സമയത്ത് പിശാച്ചിന്റെ ബാധയാണ്. ആ പിശാച്ചിനെ ഉത്തരം മുട്ടിക്കുവാനും ഇല്ലാതെയാക്കുവാനും അവരെ ആകെ തകിടമറിക്കുവാനും വേണ്ടി ശറാക്കപ്പെട്ടതാണല്ലോ സഹ്വിന്റെ സുജൂദ്. ഫഫ്ഹം, നല്ലോണം നീ ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കെ ഇവിടെ ഒന്നും ഷർറ് എന്ന് പറഞ്ഞത് കൊണ്ട് കുഴപ്പമില്ല എന്നാണ് വീണ്ടും വീണ്ടും പറയുന്നത്. അതോടൊപ്പം മുഅ്മിനീങ്ങളെ, മുസ്ലിങ്ങളെ നമ്മൾ മനസ്സിലാക്കുക, വിവരമില്ലാത്ത ആളുകൾക്ക് പണ്ഡിതന്മാരെ പറഞ്ഞു കൊടുക്കുക എന്നൊക്കെയാണ് ഇതിലൂടെയുള്ള മഹാനവറുടെ ധ്വനി. മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടുമുണ്ടല്ലോ. ഇനി നോക്കൂ, നബി തങ്ങൾ ദ്വാരുന്നത് തീർന്നിട്ടില്ല. അവർക്ക് കൊടുക്കേണ്ട ആയുധം നല്ലോണം കൊടുക്കണം. പ്രാർത്ഥനയിലുണ്ട്. റസൂലുള്ള നേരിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ അൻഹു അലൈഹിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് വന്നിട്ടുണ്ട് എന്ത് അന്നഹു കാന യതഅവദു മിൻ ജഹിദിൽ ബലാഇ വദറഗിശ് ശഖാഇ വസൂഇൽ ഖളാ എന്ന് വന്നിട്ടുണ്ടല്ലോ. ബലാഇനെ പടച്ചവനെ ബലാഇനെ താങ്ങാനുള്ള കഴിവില്ലല്ലോ. ആ ബലാ ആവുന്ന ബുദ്ധിമുട്ടിനെ തൊട്ടും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു.
അതുപോലെ പരാജയത്തെ എത്തിക്കലിനെ തൊട്ടും കാവൽ ചോദിക്കുന്നു. ചീത്തയായ വിധിയെ തൊട്ടും പടച്ചവനെ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് ഹബീബായ നബി തങ്ങൾ സദാ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇത് മൂന്നും ഷർറല്ലേ? ഈ ഷർറായ കാര്യം തങ്ങൾ ചോദിക്കുന്നത് അള്ളാഹുവിനോടല്ലേ? ഈ ഷർറൊക്കെ ചെയ്ത് അള്ളയല്ലേ? ഇത് തൗഹീദിനെതിരാകുമോ? ഇല്ല. അതിനാണ് ഈ പ്രാർത്ഥന കൊണ്ടുവന്ന് ഇവിടെ തന്നെ ഇങ്ങനെ തന്നെ പറയുന്നത്. വീണ്ടും അതാ വന്നിട്ടുണ്ട് നിസ്ബത്തു ശർരി ഇലൈഹി തആല ഫി ഹദീസ കസീറത്തിൻ. ഈ ഷർറ് അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ട് ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. അത് മുഴുവനും ഇവിടെ കൊണ്ടുവരുന്നില്ല, ചിലതൊക്കെ കൊണ്ടുവന്നു. എന്നാൽ ഒരു കുറച്ച് വലിപ്പമുള്ള ഒരു ഹദീസ് ഇവിടെ പറയാം. അത് പറഞ്ഞ നമുക്കത് നിർത്താൻ അവിടെ. ആ ഹദീസ് എന്താ? ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഇത് നമുക്ക് അറിയണ്ടേ? ഈ ഹദീസിലൂടെയൊക്കെ വരുമ്പോൾ ഈ ബിദ്അത്തുകാർ കൊണ്ടുവരുന്ന വാദങ്ങൾ പൊളിക്കണമെങ്കിൽ ഇത് നമുക്കറിയണം. ബിദ്അത്ത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതെയാവണം. ഇത്രയും ചിന്തകളൊക്കെ ഒഴിവാക്കി നമ്മുടെ മനസ്സിനെ കടഞ്ഞെടുത്ത് പാൽ പോലെ നല്ല തെളിച്ചമുള്ളതാക്കി മാറ്റണം. അതിന് ഈ കീടങ്ങളൊക്കെ ഒഴിവാക്കണം. ആ കീടങ്ങളൊക്കെ ഒഴിവാക്കേണ്ട ആയുധവും ഔഷധവുമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഹദീസ് വേണം, ആയത്ത് വേണം, പണ്ഡിതന്മാരുടെ വഴികൾ വേണം. ഇതാ ഈ ഹദീസ് കേൾക്കൂ. ഈ ഹദീസ് ഒന്ന് മനസ്സിലാക്കിയാൽ തന്നെ ധാരാളം മതി. ബിദ്അത്തുകാരുടെ വാദങ്ങളൊന്നും ശരിയല്ല. അവർ തുരുമ്പ് പിടിപ്പിച്ചതും വിഷങ്ങളുമാണ് കുത്തിച്ചെലുത്തുന്നത്. ആ വിഷം ഇല്ലാതെയാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മരുന്ന് ഇതാ നബി തങ്ങൾ പറയുന്നു. ഇതാ അറാദല്ലാഹു ബി അബിദിൻ ശർറൻ, ഒരു അടിമയെ കൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ ജുഇല സനാഇഹു വമഅറൂഫുഹു ഇലാ ഗൈരി അഹ്ലിൽ ഹിഫ്ളീന, അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും അവന്റെ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്തൊക്കെ ഉണ്ടല്ലോ, അള്ളാഹു ഓനെ നാശമാക്കാൻ തീരുമാനിച്ചു. ഞാൻ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും ഏത് പ്രവൃത്തി ചെയ്താലും അതിനെ സൂക്ഷിക്കാൻ പറ്റുന്ന അഖിലുകാരുണ്ട്. അവരല്ലാത്തവരിലേക്കാണ് അത് അള്ളാഹു തആല നീക്കിക്കൊടുക്കുക. നഊദു ബില്ലാഹ്. നമ്മുടെയൊക്കെ ഉള്ളെന്താണ്, നമ്മുടെ ആഖിബത്ത് എന്താ, അത് റബ്ബിനല്ലേ അറിയുള്ളൂ. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. മുഅ്മിനുകളെ, പണ്ഡിതന്മാരെ നമ്മൾ എപ്പോഴും പേടിക്കണം. നമുക്കൊന്നുകൊണ്ടും ഒരു വിശ്വാസമില്ല, പേടിയാണ്. നമ്മൾ ആഖിബത്താണ് പേടിക്കേണ്ടത്. നോക്കൂ, ഹദീസല്ലേ ഈ പറയുന്നത്. ഇത് പറയുമ്പോഴും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വേദന വരണം, നമ്മുടെ മനസ്സിൽ ദുഃഖങ്ങൾ വരണം. അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി, ഹബീബാനിയുടെ മൊഴികൾ, ഇതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം. എന്താ ഈ പറഞ്ഞത്? നമ്മളെ ആഖിബത്ത് അള്ളാഹു തആല തീരുമാനിച്ച നാശമാണോ അല്ലേന്നറിയൂല. ആവാതിരിക്കട്ടെ, പ്രാർത്ഥിക്കാം. അങ്ങനെ വന്നാൽ നമ്മുടെ നന്മകളില്ല, എല്ലാം തിന്മയിലേക്ക് നീക്കുമെന്നാണ് ഈ പറഞ്ഞതിന്റെ ധ്വനി. വീണ്ടും അള്ളാഹുവിന്റെ ഹബീബായ നബി പറയുന്നു, വഇദാ അറാദല്ലാഹു ബിഅബിദിൻ ശർറൻ, ഒരടിമയെ കൊണ്ട് അള്ളാഹു തആല നാശം ഉദ്ദേശിച്ചാൽ ജുഇല ഫഖറുഹു ബൈന ഐനൈഹി, അവന്റെ ദാരിദ്ര്യം നേരെ കണ്ണിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കും. അങ്ങനെ ദാരിദ്ര്യത്തിലേക്ക് എത്തി 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 അവസാനം അവൻ ഈമാനില്ലാതെയായി പോകും. അങ്ങനെ ദാരിദ്ര്യം കുഫറിലേക്ക് കൂട്ടുമെന്നൊരു വചനമുണ്ടല്ലോ, അതാണ് പേടിക്കേണ്ടത്. ആ കുഫർത്തരത്തിനെ പേടിക്കണം, ആ ദാരിദ്ര്യത്തെ പേടിക്കണം. അള്ളാഹു കാക്കട്ടെ, അങ്ങനെയാക്കുമെന്നാണ് അള്ളാഹുവിന്റെ തീരുമാനമെങ്കിൽ ആക്കും. വൈദാ അറാദല്ലാഹു ബിഅബിദിൻ ശർറൻ, ഒരടിമയെ കൊണ്ട് നാശമാണ് അള്ളാഹു തആല ഉദ്ദേശിച്ചു എങ്കിൽ അംസക അൻഹു, അള്ളാഹു അവനെ തൊട്ട് പിടിച്ചു വെക്കും. എന്താ പിടിച്ചു വെക്കുക? അൽ ഉഖൂബത ബിദ്ദുനിയ, ദുനിയാവിൽ ആ ശിക്ഷ അല്ലാഹു കൊടുക്കില്ല. ഏതുവരെ? അത്തായുആഫിയഹു യൗമൽ ഖിയാമ, അതിനുള്ളതായ ശിക്ഷ അന്ത്യദിനത്തിൽ അല്ലാഹു തആല പൂർത്തിയാക്കി കൊടുക്കും. അപ്പൊ ഇവിടെ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കും ആ അടിമ. ആ തെറ്റുകൾക്കുള്ള എല്ലാ നാശവും ശിക്ഷയും നാളെ ആഖിറത്തിലാണ് അല്ലാഹു തആല കൊടുക്കുക. ഇങ്ങനെ ചെയ്യാനുള്ള തീരുമാനം അള്ളാഹുവിന്റെ ഉദ്ദേശമാണ്. വൈദാ അറാദല്ലാഹു ബിഅഹ്ലി ബൈത്ത്, ഇത് ഒരടിമയാണ് എങ്കിൽ ഇനി വീട്ടുകാരൻ മുഴുവൻ നാശമാക്കലാണ് അള്ളാഹുവിന്റെ ഉദ്ദേശമെങ്കിൽ തറക്കവും ഹമല, അള്ളാഹു തആല അവരെ വെറുതെ ഉപേക്ഷിച്ചിടുകയാണ്. ഒന്നും അള്ളാഹു അവരിലേക്ക് ശ്രദ്ധിക്കുന്നേയില്ല. അവരങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അള്ളാഹു അവരെ പ്രശ്നമാക്കൂല. അത് വലിയ അപകടമല്ലേ? വൈദാ അറാദല്ലാഹു ബിഖൗമിൻ,
ഒരു ജനതയെ അല്ലാഹു തആല നാശമാക്കാൻ ഷർറ് ഉദ്ദേശിച്ചാൽ അക്സറ ജുഹാലഹും അവരിൽ വിവരദോഷികളെ അല്ലാഹു തആല കൂടുതൽ ഉണ്ടാക്കും. വഅഖല്ല ഫുഖാഹും അവരിൽ അറിവുള്ള ആളുകളെ ചുരുക്കും. ഇങ്ങനെ വരും. ഒരു സമൂഹത്തിൽ വിവരദോഷികൾ പെരുക്കുകയും അറിവുള്ളവർ കുറയുകയും ചെയ്യും. ഇതും ഒരു സമൂഹത്തിന്റെ നാശമാണ് അല്ലാഹു തആല ഉദ്ദേശിച്ചത്. നഊദു ബില്ലാഹ്. അത്തരം വിഭാഗത്തിൽ നിന്ന് അല്ലാഹു നമ്മെയും നമ്മോട് കടപ്പാടുള്ള എല്ലാ ആളുകളെ കാത്തു രക്ഷിക്കട്ടെ. വഇദാ അറാദല്ലാഹു ബിഖൗമിൻ ശർറ ഒരു ജനതയെ കൊണ്ട് നാശത്തെയാണ് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നുവെങ്കിൽ വല്ല അലൈഹിം സുഫആഹും അവരിൽ പമ്പര വിഡ്ഢിയായ ആളെയായിരിക്കും അല്ലാഹു തആല അധികാരപ്പെടുത്തുക. വഖല്ലാ ബൈനഹും ജുഹാലുഹും അവർക്കിടയിൽ വിധിക്കുന്നത് വിവരദോഷികളായിരിക്കും. അല്ലേ? ഇന്നിപ്പോ നമ്മൾ അനുഭവിക്കുന്നത് അങ്ങനെ തന്നെയല്ലേ? ഇതൊക്കെ എന്താ? അള്ളാഹു ഈ സമുദായത്തിൽ നാശം വിതറാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ വിവരദോഷികൾ അധികാരികളായി വന്നു, എല്ലാ ദ്രോഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഓരോന്നും വിധിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം അസ്ഥാനത്താക്കി മാറ്റിയിട്ട് ബാത്തിലാണ് വിധിച്ചുകൊണ്ടിരിക്കുന്നത് ജുഹാലിയങ്ങൾ. ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. സമ്പത്ത് അല്ലാഹു തആല കൊടുക്കും. നാശം ഉദ്ദേശിച്ചാൽ ആരില കൊടുക്കുക? ആ ജനവിഭാഗത്തിൽ ലുബ്ധന്മാരായ ആളുകളുണ്ട്, അവിടെ കയ്യിൽ കൊടുക്കും. അതും ഇന്ന് നമ്മൾ അനുഭവിച്ച് കാണുന്നില്ലേ? മന്ത്രിമാരുടെ കയ്യിൽ നിന്നൊക്കെ കൊടുക്കേണ്ട ആളുകൾക്ക് കൊടുക്കുന്നില്ല. ലുബ്ധന്മാരായി പിടിച്ചു വെച്ച് പല പേരിലും പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കുകയല്ലേ? ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഇതാണ് മുസ്ലിം തീരുമാനിക്കേണ്ടതും വിശ്വസിക്കേണ്ടതും. വഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ശർറ അല്ലാഹു തആല ഒരടിമയെ കൊണ്ട് നാശമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ റസഖഹുൽ ഖുർഖ ഫീ മആശിഹിം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതങ്ങളിൽ എന്താകും? നല്ലതായിരിക്കുന്നതിന് കൈകാര്യം ചെയ്യുവാൻ അല്ലാഹു തആല അനുവദിക്കില്ല. ദുഷിച്ചതായ രീതിയിലുള്ള കൈകാര്യമാണ് നടത്തിക്കൊണ്ടിരിക്കുക. ഇതും ഇന്ന് നമ്മൾ അനുഭവിക്കുകയല്ലേ? ഓരോരുത്തരുടെ ജീവിതം കണ്ടാലെന്താ? നല്ല രീതിയിൽ ആരും പണം ചിലവഴിക്കുന്നില്ല. ദൂർത്തടിയും തോന്നിവാസങ്ങളും നല്ല വഴിക്കാരും പണം കൊടുക്കുന്നില്ലല്ലോ, മുതൽ കൊടുക്കുന്നില്ലല്ലോ. ഇത് അല്ലാഹു തആലയുടെ ഉദ്ദേശമല്ലേ? നാശമല്ലേ അത്? വഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ശർറൻ ഒരടിമയെ കൊണ്ട് അല്ലാഹു തആല നാശമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഖല്ലറ ലഹു ഫിൽ ലബിനി വത്തീനി അത്താ യമിനിയ കെട്ടിടമുണ്ടാക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന മണ്ണുകളും ഇഷ്ടികകളും അല്ലാഹു തആല അതിന്റെ പ്രകൃതി മാറ്റി കളർ മാറ്റും, പച്ചയാക്കി മാറ്റും. ഇങ്ങനെയാക്കുന്നതും നല്ലതല്ലല്ലോ, അതും നാശമാണ്. അങ്ങനെ അവൻ ഉപയോഗിക്കുന്നതും അള്ളാഹു ഇങ്ങനെയാക്കി മാറ്റും. ഒരടിമയെ കൊണ്ട് അള്ളാഹു തആല നാശം ഉദ്ദേശിക്കുകയാണ് എങ്കിൽ വഇദാ അറാദല്ലാഹു അല്ലാഹു തആല ഉദ്ദേശിക്കുകയാണ് എങ്കിൽ അയ്യുസിഅ അബ്ദാ ഒരടിമയെ അല്ലാഹു തആല പറ്റപ്പിക്കാനാ ഉദ്ദേശിക്കുന്നെങ്കിൽ അമ്മ അലൈഹിൽ ഹയല അവന്റെ എല്ലാ നാശത്തിന്റെ കണിവലകൾ ആകെ അവരെന്താക്കുന്നറിയാമോ? എല്ലാ കുതന്ത്രങ്ങളും എല്ലാ തന്ത്രങ്ങളും അവന്റെ മേലങ്ങോട്ട് ഉൾപ്പെടുത്തിയിട്ട് ഒന്നുമല്ലാതെയാക്കി മാറ്റും. ഇതൊക്കെ ഹദീസിലൂടെ പരതുമ്പോൾ ഇന്ന് ലോകത്ത് സംജാതമായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഒരുപാടുകൾ അങ്ങനെ കഴിഞ്ഞുപോയി, ഇനി വരാനിരിക്കുകയാണ്. നഊദുബില്ലാഹ്. ഇതൊക്കെ നമ്മൾ കാവൽ ചോദിക്കുന്നതോടൊപ്പം ഇത് മഹാൻ ഇവിടെ കൊണ്ടുവരാൻ കാരണം ഇത്രയും വിദഅത്തുകാർ വാദിക്കുന്ന വാദം പൊള്ളയാണ്. റസൂലുള്ളാഹിന്റെ ഹദീസാണ്. ഇവിടെ ഷർറ് ഉദ്ദേശിക്കുന്നത് അള്ളയാണ്. വ്യത്യസ്തങ്ങളായ രൂപത്തിലാണ് ഷർറ്. ആ ഷർറൊക്കെ അല്ലാഹു തആല റസൂലുള്ളാഹി വിശദീകരിച്ച് തന്നു. അപ്പോൾ ആ ഷർറ് അള്ളയാണ് ചെയ്യുന്നത്. അതിന് തൗഹീദിന് തെറ്റില്ല. അതുകൊണ്ടൊന്നും അള്ളാഹ്ക്ക് ഒരു മോശമായ സിഫത്തും വരുന്നില്ല. ഇതൊക്കെ എവിടുന്ന് കിട്ടിയാൽ ചോദിച്ചാൽ ഇന്ദഹ മുൽതഖത്തം മിൻ ജാമിഉ സഗീർ ലി ഇമാം സുയൂത്തി റഹിമഹുല്ലാഹു തആല. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനുള്ള ഗ്രന്ഥമാണ് ജാമിഉ സഗീർ. ആ ജാമിഉ സഗീർ പരതിയപ്പോൾ കിട്ടിയതാണ് ഞാൻ ഈ പറഞ്ഞത് മുഴുവനും എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു. ഫതബയ്യന ബിമാ ദകർനാഹു ഖലതു മൻ ഖാല. ഇത്രയും നമ്മൾ പറഞ്ഞു തന്നല്ലോ. ആയത്തും ഹദീസും പണ്ഡിതന്മാരുടെ മൊഴികളും പ്രവാചകന്റെ പ്രാർത്ഥനകൾ മറ്റു എല്ലാവരും അംഗീകരിക്കുന്ന ഗജവീരന്മാരായ നമ്മുടെ പണ്ഡിത മഹത്തുക്കൾ അവരെല്ലാവരും പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി എന്ത്? ഷർറ് അള്ളാഹുവിലേക്ക് ചേർക്കാൻ പറ്റൂല, നന്മ മാത്രമേ അള്ളാഹു ഉദ്ദേശിക്കൂ എന്ന് പറഞ്ഞവിടെ വാക്ക് പിഴവാണ് എന്ന് മനസ്സിലായല്ലോ. ലാ യജൂസു നിസ്ബത്തു ശർറി ഇലല്ലാഹി തആല. അള്ളാഹുവിലേക്ക് നാശത്തെ ചേർക്കൽ അനുവദനീയമല്ല എന്ന് തൊടുത്തുവിട്ട വിദണ്ഡവാദങ്ങൾ, തെളിവില്ലാത്ത വാദങ്ങൾ മെനഞ്ഞുണ്ടാക്കി വിദഅത്തിന്റെ അഹ്ലുകാർ
പറഞ്ഞത് പിഴവാണെന്ന് വ്യക്തമായി. കാരണം ഇവര് വിചാരിക്കുന്നത് പോലെയല്ല. ഷർറ് എന്ന് പറയുന്നത് ഒരുപാട് അർത്ഥങ്ങളുടെ മേലെ പറയാൻ പറ്റും. മിൻഹ അത്രയും അർത്ഥങ്ങളിൽ പെട്ടതാണല്ലോ അല്ലുറു ബുദ്ധിമുട്ടാക്കുക, അസഖമു രോഗം, വശിദ്ദത്തു അതിശക്തമായ പരീക്ഷണം, വൽ ഫഖ്റു ദാരിദ്ര്യം, ഇതൊക്കെ അതിൽ വരുന്നതാണ് ഷർറിൽ. അത് വെറുതെ പറഞ്ഞതല്ലേ. കമാ ഫസ്സറൂഹു ബിദാലിക, ഈ പറഞ്ഞതിനൊക്കെ ഉപയോഗിക്കും ഷർറ് എന്നുള്ളത് മുഫസ്സിറുകളായ ആളുകൾ ആയത്തിനെ വ്യാഖ്യാനിച്ച് പറഞ്ഞിട്ടുണ്ട്. വി ഖൗലി തആല, അള്ളാന്റെ വാക്കിൽ, വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. ഇവിടെ ഷർറ് എന്ന് പറഞ്ഞതിനെ ളുർറ്, സഖമ്, ഷിദ്ദത്ത്, ഫഖർ ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. വഖൗലിഹി അസ്സ വജല്ല, അല്ലാഹു തആല മറ്റൊരു വാക്കിലും ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ്? ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഹ, ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ ഇദാ മസ്സഹു ശർറു ജസൂഅ എന്ന് ഉണ്ടോ? നിശ്ചയം മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടു ഹലൂഅ, വിഷമങ്ങൾ കാണിക്കുന്നവനായി. എന്താണ് എന്നുള്ളത് ആ ആയത്തിൽ തന്നെ അല്ലാഹു തആല വിശദീകരിച്ചു തരുന്നു. ഇദാ മസ്സഹു ശർറു ജസൂഅ, ആ മനുഷ്യന് ഒരു തിന്മയങ്ങാൻ സ്പർശിച്ചാൽ അവൻ പൊറുതികേട് കാണിച്ചുകൊണ്ടിരിക്കും എന്നാണ് പറയാനുള്ളത്. അപ്പൊ ആകെ ഹൃദയം പടവമ്പ കൊണ്ടിട്ട് പടച്ചവനെ ഇനി ഇതിന്റെ ശേഷം ഒരു നന്മ കിട്ടില്ലേ എന്നൊരു വേവലാതിയും വെപ്രാളവും വിരളി കൊണ്ടൊരു സ്വഭാവമായിരിക്കും മനുഷ്യന് നാശം സ്പർശിച്ചാൽ എന്ന്. ഇവിടെയൊക്കെ ഷർറ് അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞില്ലേ മക്കളെ? പിന്നെ എവിടെ എവിടെ തൗഹീദിന് എതിര് എന്നതാണ് നമ്മോട് നമ്മുടെ പണ്ഡിതന്മാര് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഷർറ് അള്ളാഹുവിലേക്ക് ചേർത്തരുതേ, നന്മ മാത്രമേ അള്ളാഹുവിലേക്ക് ചേർത്താവൂ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഒറ്റയടിക്ക് പേടിച്ചു പോവണ്ട. അതിനാണ് ഇത്രയും തെളിവുദ്ധരിച്ച് തന്നത്. ഇസ്ലാം നിയമിച്ച നിയമങ്ങൾക്ക് വിരുദ്ധമായി ചെയ്താലും ഷർറ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഷർറ് എന്ന് പറയുന്നത് വലിയ ഒരു വ്യാപകമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പദമാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തിനാ ഇതൊക്കെ കൊണ്ടുവന്നത്. നമ്മുടെ വിശ്വാസം ശരിപ്പെടുത്തുവാനും നമുക്ക് എതിര് വരുന്നതായിരിക്കുന്ന വിദ്അത്തിന്റെ അമ്പുകളുടെ മുനയൊടിക്കൽ ഇങ്ങനെയൊക്കെയാണ് എന്നും അതിന്റെ രീതി ഇങ്ങനെയാണെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇത് സാധാരണക്കാരായ ജനങ്ങൾ അറിയണം, പണ്ഡിതന്മാർ പഠിപ്പിച്ചു കൊടുക്കുകയും വേണം. ഈ റൂട്ടിലൂടെ സഞ്ചരിക്കണം. അങ്ങനെ സഞ്ചരിച്ച് ഹൃദയശുദ്ധി വരുത്തണം, വിശ്വാസം ഊട്ടി ഉറപ്പിക്കണം. എന്തെങ്കിലേ നമ്മുടെ ഏത് അമലുകളും ശരിയാവുകയുള്ളൂ എന്നാണ് എന്ന് നമുക്ക് ആകത്തുക പറഞ്ഞതെന്ന് മനസ്സിലായത്. ഇപ്പോൾ അവര് സുന്നത്ത് ജമാഅത്തിന്റെ അമ്പ് ഏറ്റുകൊണ്ട് സുന്നത്ത് ജമാഅത്തിനെ എതിർക്കാൻ വന്ന തൊടുത്തുവിട്ടതായ അണികളുടെ അമ്പുകൾ വളഞ്ഞു ഒടിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോ അവർ മിണ്ടുന്നില്ല. ഇനി ഇതിനൊന്നും അവർക്കൊന്നും പറയാനില്ല. എന്നിരുന്നാലും ഇനി സുന്നത്ത് ജമാഅത്തിന്റെ അഖിലുകാർക്ക് എതിരിൽ ഒരു ചോദ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. വലിയൊരു ആയുധമാണ് ഇനി അവരുടെ ആവനായുധം അവരെടുത്തു വിടുന്നത്. എന്താണ് ആ ആയുധം? എന്തായിരിക്കും ആ ആയുധത്തിന്റെ ശക്തി? അതിനെ നിർവീര്യമാക്കുവാനും അതിനോട് നേരിടുവാനും സുന്നത്ത് ജമാഅത്തിന്റെ പടുക്കളായ ഗജവീരന്മാരായ ധീരവീര സൂര പരാക്രമികളായിരിക്കുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീര പണ്ഡിതന്മാർ അവരുടെ ആവനായിൽ നിന്ന് എന്തായിരിക്കും അതിനെതിൽ തൊടുത്തുവിടുന്ന അമ്പുകൾ, അതിന്റെ ആയുധം ഏത് നാണയത്തിലാണ് തിരിച്ചടിക്കുക എന്നുള്ളത് നമുക്കറിയണ്ടേ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലൂടെ അത് പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത് നമ്മിൽ നിന്ന് അള്ളാഹ് കബൂൽ ചെയ്യട്ടെ. എല്ലാം കൊണ്ട് ഹൈറാക്കി അള്ളാഹു നമ്മെ ഉയർത്തുമാറാവട്ടെ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഫായിസികൾ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. اللهم صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. ദുആ വസിയത്തോടെ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.